ഗൈസ്, ഇന്നപ്പാണെങ്കിൽ നമ്മൾ അപ്പൂനെ ചാക്കിട്ട് ബുക്ക് മേടിക്കാൻ വേണ്ടി സ്റ്റേഷനറി കട വന്നേക്കുവാണേ. പഠിക്കാനാണെങ്കിൽ തൊര കൂടിയിട്ട് ഇനി ബുക്ക് ഇല്ലാഞ്ഞോണ്ട് പഠിക്കണ്ടെന്ന് പറയരുതല്ലോ, അതുകൊണ്ടൊരു ബുക്ക് മേടിക്കാന്ന് കരുതി. അപ്പൊ എന്റെ സ്നേഹസമ്പന്നനായ അനിയന്റെ അടുത്ത ചോദ്യം, ഇനി വേറെ വല്ലതും വേണോന്ന്. ഉളുപ്പ് എനിക്ക് തീരെ ഇല്ലാത്ത കാരണം ഒരു ബ്രഷ് പെന്നും, പിന്നെ അവിടെ നിന്ന് നേരിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറ്റി. ജോലി കഴിഞ്ഞ് വരുന്നവനിക്ക് ഇവരെ തലേ വല്ല തേങ്ങ അടിച്ചോന്ന് അറിഞ്ഞൂടാ. വീട്ടിൽ വന്ന പാടെ പറഞ്ഞ് 700 രൂപയുടെ ബഡ്ജറ്റ് ഉണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാന്ന്. നീ വലിയ മൂടൊന്നും ഇല്ലാത്ത കാരണം എനിക്കൊന്നും വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞെങ്കിലും അവൻ കൂടുതലായിട്ട് നിർബന്ധിച്ചപ്പോ പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇട്ട വേഷം കൊണ്ട് ഇറങ്ങിപ്പോകും. ഇവിടെ കുറെ നേരത്തെ അവലോകനത്തിന് ശേഷം ഒരു റെഡ് വെൽവെറ്റും അതേപോലെ തന്നെ ബട്ടർ സ്കോച്ചിന്റെ ഐസ്ക്രീമാണ് എടുത്തത്. ഐസ്ക്രീം കണ്ട ആവേശത്തിന് മാക്ക് വാരി തിന്നത് കാരണം കുറെ നേരം കിളി പോയതുപോലെ ഇരിക്കുമായിരുന്നു കേട്ടോ. അടുത്ത ദിവസം അമ്മയുടെയും കൂടെ വണ്ടാനത്ത് പോയതാണ്. രോഗിയുടെ കൂടെ കൂട്ടിന് പോയിട്ട് അവസാനം ഞാൻ രോഗിയായ അവസ്ഥയായിരുന്നു. ഇതൊന്നും പറ്റില്ല, ഒന്ന് ജസ്റ്റ് തല കറങ്ങി വീണ് പിന്നെ ട്രിപ്പ് ഇട്ട് അവിടെ കിടന്നു. അവിടുത്തെ അന്തേവാസമൊക്കെ കഴിഞ്ഞ് ബോധം വീണപ്പോ തന്നെ 3:30-4 മണിയായിരുന്നു. കൂടെ വന്ന് സഹായിച്ചതിന് പാരിതോഷികമായി അമ്മ ബീഫ് ബിരിയാണി വാങ്ങി തന്നെ. അപ്പൊ ഇന്ന് വീട് ഇത്രേ ഉള്ളൂ. ബൈ ബൈ.